നടി കവിയൂർ പൊന്നമ്മയുടെ വിയോഗത്തിൽ കേരളം ഒന്നടങ്കം അനുശോചനം അറിയിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും സിനിമ, രാഷ്ട്രീയ, സാംസ്കാരിക രംഗത്തെ പ്രമുഖരുമെല്ലാം കവിയൂർ പൊന്നമ്മയുടെ വിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തി. അവസാന സമയത്ത് പ്രിയപ്പെട്ട നടിയെ നേരിട്ട് പോയി കാണാൻ പറ്റാത്തതിന്റെ വിഷമം നടി നവ്യ നായരും പങ്കുവച്ചു. ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ പോയി കാണാൻ പറ്റിയില്ലെന്ന വിഷമമുണ്ടെന്നും, സിദ്ദിഖേട്ടന്റെ മകൻ മരിച്ച സമയത്ത് പോയപ്പോൾ അമ്മയ്ക്ക് ഓർമ്മ പോകുന്നുണ്ട്, എന്നാലും മനസ്സിലാകുമെന്ന് പറഞ്ഞിരുന്നുവെന്നും കാണാൻ പോകാത്തത് തെറ്റായി പോയി എന്നും നവ്യ നായർ പറയുന്നു. വലിയ മാപ്പ് ചോദിക്കട്ടെ പൊന്നൂസേ, അവസാന സമയത്തൊന്ന് വന്ന് കാണാൻ സാധിച്ചില്ല എനിക്ക്. എന്ത് തിരക്കിന്റെ പേരിലായാലും അത് ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. ഇപ്പോൾ പിരിയുമ്പോഴും നാട്ടിൽ ഞാനില്ല. എനിക്ക് പക്ഷേ ഞാൻ ഇക്കിളിയാക്കുമ്പോൾ കുഞ്ഞിനെ പോലെ കുലുങ്ങിച്ചിരിക്കുന്ന ആ മുഖം തന്നെ മതി ഓർമ്മയിൽ സൂക്ഷിക്കാൻ. എന്റെ മുന്നിൽ കുഞ്ഞുങ്ങളെ ഒരുക്കുന്ന പോലെ ഒരുങ്ങാൻ ഇരുന്നു തന്നതും എന്റെ മുടുകോതി പിന്നി തന്നതും ഒരുമിച്ചുറങ്ങിയതുമെല്ലാം മായാത്ത ഓർമ്മകൾ. സ്നേഹം മാത്രം തന്ന പൊന്നൂസേ, കുറ്റബോധം ഏറെയുണ്ട്, മാപ്പാക്കണം. എന്തോ വെട്ടിപ്പിടിക്കാനുള്ള ഓട്ടത്തിൽ ചിലതൊക്കെ തീർത്താൽ തീരാത്ത വേദനയായല്ലോ എന്നാണ് നവ്യ കുറിച്ചത്. അത് മാത്രമല്ല, ഒരു പ്രമുഖ മാധ്യമത്തോട് കവിയൂർ പൊന്നമ്മയുമായുള്ള ഓർമ്മയും നവ്യ പങ്കുവെക്കുന്നുണ്ട്. ജീവിതത്തിൽ ഓരോ തിരക്കുകളിൽപ്പെട്ട് ചില കാര്യങ്ങൾ മാറ്റിവെച്ചു. അതൊരു പാഠമായി ഇപ്പോഴെന്നും മാറ്റിവെക്കുന്നത് തിരുത്താൻ പറ്റാത്ത തെറ്റായി മാറുമെന്നും, തനിക്ക് അത്രയും സ്നേഹമുള്ള, തന്നെ അത്രയും സ്നേഹിച്ചിരുന്ന വ്യക്തിയാണ് കവിയൂർ പൊന്നമ്മയെന്നും, എന്നാൽ വിവാഹമൊക്കെ കഴിഞ്ഞ് ആ കണക്ഷൻ നഷ്ടപ്പെട്ടുവെന്നും നവ്യ പറയുന്നുണ്ട്. അന്നൊന്നും വാട്സപ്പ് ഒന്നുമില്ല. തിരക്കിനിടയ്ക്ക് ആ ബന്ധം നിലനിർത്താനും പറ്റിയില്ല. അത്രയ്ക്കും അടുപ്പമുണ്ടായിരുന്നു. അതാണ് വിഷമമെന്നും തനിക്ക് പറ്റിയ തെറ്റാണെന്ന് ഇപ്പോൾ തോന്നുന്നെന്നും നവ്യ നായർ വികാരഭരിതയായി പറഞ്ഞു. താൻ പൊന്നൂസ് എന്നാണ് കവിയൂർ പൊന്നമ്മയെ വിളിച്ചിരുന്നതെന്നും ആന്റി എന്ന് പോലും ചേർത്ത് വിളിച്ചിട്ടില്ല എന്നും നവ്യ പറയുന്നുണ്ട്. ഭയങ്കര തിരക്കായിരുന്നു തന്റെ കല്യാണത്തിന്. പൊന്നമ്മയും ലളിതാന്റിയും ഒക്കെ തന്റെ കല്യാണത്തിന് വന്നപ്പോൾ താൻ കെട്ടിപ്പിടിച്ച് കരഞ്ഞിരുന്നുവെന്നും നവ്യ നായർ ഓർത്തു. അതേസമയം നന്ദനം, അമ്മക്കിളിക്കൂട് ഉൾപ്പെടെയുള്ള സിനിമകളിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. നിരവധി പേരാണ് കവിയൂർ പൊന്നമ്മയ്ക്ക് അനുശോചനം അറിയിച്ച് രംഗത്തെത്തിയത്. അഭിനയിച്ച കഥാപാത്രങ്ങളിലൂടെ കവിയൂർ പൊന്നമ്മയെന്നും ഓർമ്മിക്കപ്പെടുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പുറത്തുവിട്ട അനുശോചന കുറിപ്പിൽ രേഖപ്പെടുത്തിയത്. മാതൃഭാവമുള്ള കഥാപാത്രങ്ങളിലൂടെ മലയാളികളുടെ ഹൃദയത്തിൽ ഇടം നേടിയ കവിയൂർ പൊന്നമ്മയുടെ വിയോഗത്തിൽ അതീവ ദുഃഖം രേഖപ്പെടുത്തുന്നു. ആ സുദീർഘമായ കലാജീവിതം സിനിമയിൽ മാത്രം ഒതുങ്ങിയിരുന്നില്ല. നാടകത്തിലും ടെലിവിഷനിലുമെല്ലാം ശ്രദ്ധേയമായ സംഭാവനകൾ അവർ അർപ്പിച്ചു. കവിയൂർ പൊന്നമ്മയുടെ കലാജീവിതം തളിരിട്ടതും വളർന്നതും കേരളത്തിന്റെ പുരോഗമന സാംസ്കാരിക മുന്നേറ്റത്തിൽ നിർണായക പങ്കുവഹിച്ച KPSCയിലാണ്. തുടർന്ന് മറ്റു പല പ്രധാന നാടക സമിതികളിലും പ്രവർത്തിച്ച അവർ മൂലധനം, പുതിയ ആകാശം, പുതിയ ഭൂമി തുടങ്ങിയ കാലത്തെ ജനപ്രിയ നാടകങ്ങളിൽ അവിസ്മരണീയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. തുടർന്ന് അവർ വളരെ പെട്ടെന്ന് തന്നെ മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമായി മാറി. പ്രഗത്ഭരായ സംവിധായകരുടെ സിനിമകളിൽ വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങളിലൂടെ അവർ തിളങ്ങി. തന്മയത്വത്തോടെ അവതരിപ്പിച്ച അമ്മവേഷങ്ങൾ മലയാളികളിൽ അവരോടുള്ള ആത്മബന്ധം സുദൃഢമാക്കി. 4 തവണയാണ് മികച്ച സഹനടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം കവിയൂർ പൊന്നമ്മയ്ക്ക് ലഭിച്ചത്. അവരുടെ അഭിനയ മികവിന് അടിവരയിടുന്ന നേട്ടമാണിത്. മലയാള സിനിമയുടെയും നാടക ലോകത്തിന്റെയും ചരിത്രത്തിൽ തന്റേതായ സ്ഥാനമുറപ്പിച്ച കവിയൂർ പൊന്നമ്മയുടെ നിര്യാണത്തോടെ തിളക്കമുള്ള ഒരു അധ്യായത്തിനാണ് തിരശീല വീണിരിക്കുന്നത്. തന്റെ കഥാപാത്രങ്ങളിലൂടെ അവർ മലയാളികളുടെ മനസ്സിൽ മായാതെ നിൽക്കും. കവിയൂർ പൊന്നമ്മയുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. അവരുടെ കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു എന്നാണ് മുഖ്യമന്ത്രി കുറിപ്പിൽ പറയുന്നത്. അതേസമയം ഇന്നലെയാണ് പ്രശസ്ത നടി കവിയൂർ പൊന്നമ്മ അന്തരിച്ചത്. 79 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖം മൂലം ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു അന്ത്യം. അമ്മവേഷങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിലിടം പിടിച്ച അഭിനേത്രിയായിരുന്നു കവിയൂർ പൊന്നമ്മ. 400-ലധികം സിനിമകളിൽ അഭിനയിച്ചു. KPSC നാടകങ്ങളിൽ അഭിനയിച്ചായിരുന്നു തുടക്കം. 1962 മുതൽ സിനിമയിൽ സജീവമായി. ശ്രീരാമ പട്ടാഭിഷേകമായിരുന്നു നടിയുടെ ആദ്യ സിനിമ. 1964-ൽ കുടുംബിനി എന്ന സിനിമയിലൂടെയാണ് ശ്രദ്ധിക്കപ്പെട്ടത്. 4 തവണ മികച്ച രണ്ടാമത്തെ നടിക്കുള്ള സംസ്ഥാന പുരസ്കാരവും താരം നേടിയിരുന്നു. നിരവധി സിനിമകളിൽ ഗായികയായും തിളങ്ങിയിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.